ஹலோ மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ற போய் பாருங்க. இப்போ பார்ட் 2க்குள்ள போயிடலாம். അയ്യോ എന്തിനാ എന്നാട്ടാ മനുഷ്യന്മാര് കഴിക്കുന്ന ഭക്ഷണം അത്? എനക്ക് നിന്റെ തലവേദന ആയിരുന്നു ഏട്ടാ. ഏകാഗ്രത കിട്ടിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. മരുന്ന് കഴിക്കണ്ട. ഇനി മുതൽ എന്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ പാത്രം കഴുകലും അലക്കലും മാത്രം മതി. പിന്നെ പിടിക്കല പോലെ സാപ്പാട് കൊടുക്കാറ്. ചെയ്യൂ. ഒരു ലേഡീസ് എന്റെ ഫേസിൽ എന്ത് വെച്ച്? ഇതൊക്കെ എന്താ വേണ്ടത്? കുറച്ച് സാമ്പാർ. കുറച്ച് സാമ്പാർ കൊടുക്ക. പ്രസന്നേട്ടാ, എന്താ അർത്ഥം? ഭാസ്കട്ടൻ രാവിലെ 8 വട്ടം പോയി. എങ്ങോട്ട്? ലൂസ് മോഷൻ. ലൂസ് മോഷനെ ശ്രദ്ധിക്കണം പ്രസന്ന. പ്രായമില്ലേ? ജലൂസ് കൊടുത്താൽ മതി. ഭക്ഷണത്തിൽ നിന്നായി പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കൊടുത്തത്. രാത്രിത്തെ ചോറും സാമ്പാറും ഇവിടുന്ന വാങ്ങി കൊടുത്തത്. അപ്പൊ പോകുന്നത് സാമ്പാർ പോലെ. സാമ്പാർ വേണ്ട വേണ്ട. കണ്ടിനാ എന്താ പിന്നെ സാമ്പാറാന്നോ അവിയിലാന്നോ നോക്കല്ലേ എന്റെ പണി. ഇരുന്നാ വാങ്ങിട്ട് പോയി കൊടുത്തിരിക്കാ. പ്രസന്നേട്ടനെ ചീത്തയും പറഞ്ഞു. വത്സലയും കൊണ്ടോ കാർത്താനിച്ചി ഒരു നല്ല വർത്താനം പറഞ്ഞു കൊടുങ്ങൾക്ക്. രാവിലെ വേണ്ടാത്ത വർത്താനം. ഒരു സാമ്പാറെ വേണം പോകാൻ പോയിട്ട്. ഹോം നഴ്സ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച പോലെ ചേച്ചിമാരായിരിക്കുന്നു. He was Papa's best friend. ഏതാ റെഡി വേണം പറയാൻ. ഓ അതുதான் അപ്പാവാ. ഇത്ര വലുതായിട്ടും പുടത്തിറങ്ങപ്പോൾ സബ്ജിച്ചു പൊണമേന് പടിയും പാപ്പ ബെത്തിലായിരുന്നെങ്കിലും കൂടെ ഉള്ളത് ഒരു ധൈര്യമായിരുന്നു. നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് മറ്റവർക്ക് നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ. പ്രസന്നേട്ടാ, ഞാൻ മരണ വീട്ടിലാണ്, അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? റഷ്യയിലുണ്ട് പറഞ്ഞ വീട്. കാര്യം പറയട്ടാ. മാമന് നല്ല സുഖമില്ല. ആ കാർത്തികാനി ശരിയല്ലാന്ന് അവര് ശരിക്കും നോക്കുന്നില്ല. അയ്യോ, അന്ന് വേറൊരാൾ ഏർപ്പാടാക്കി പ്രസന്നേട്ടാ. അതൊക്കെ വെച്ചു. ആര് വെച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. വെറുതെ 10,000 രൂപ മാസം കളയുന്നല്ലാതെ പറ്റുമെങ്കിൽ ഒന്ന് വാ. മാമന ദിവസം മനസ്സിലാണ്. നീ വരുന്നവരും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. കൺഫേം റോബോ റെഡി. അവങ്ങളെ എസ്കേപ്പ്. All well? ഞാൻ തിരിച്ചു പോയായിരുന്നു ആലോചിക്കുക. Look, Kyoto Dynamic is very happy with your performance and they have some plan for you. So you have to stay here. Think about it. പോണം. അച്ഛൻ തനിച്ചാണ്. ഒരു സപ്പോർട്ട് വേണം. ரொம்ப நல்ல டிசிஷன். குட், வெரி குட். നല്ല ടിഷ്യനാ. இட்ஸ் அவர் ரெஸ்பான்சிபிலிட்டி டு லுக் ஆஃப்டர் அவர் பேரண்ட்ஸ். ஆனா வேற யாராவது அது பண்ணலன்னா நீ எதுக்குடா ஒரு கிராமத்துல ஒரு லைஃபை தொலைக்கிற? തമിഴ് കറക്റ്റർ. അവരുടെ ഐഡിയ കൊടുത്ത് നിனைக்கிறேன். ഹോട്ടലിൽ തിരക്കായി പോയി. അവിടെ എയർപോർട്ടിൽ വരാൻ പറ്റണം. അതങ്ങനെയാണല്ലോ. ശരി. എടാ ചുപ്പ ഇത് കുറെ ഉണ്ടല്ലോ. നിന്നെ കൂടെ ഒറ്റക്കാവും തോന്നുന്നു. നമ്മളെ ബാക്സ് ഇതൊക്കെ ഒരു ഹെൽപ്പ് ആക്കണം. വാ, ഇവനെ കണ്ടത് നന്നായി. ഇല്ല കൂലിക്കാരെ വിളിക്കേണ്ടി വന്നു. റൈറ്റ്. ഞാൻ പോവുന്നു. എന്നെ കണ്ടതിന്റെ അച്ഛന്റെ സ്വഭാവം മാറും. നല്ല സ്വഭാവമാണല്ല. എന്നെ കൊണ്ടാവൂല. കിടക്കാനും മുടിയില്ല, ഇരിക്കാനും മുടിയില്ല, നിൽക്കാനും മുടിയില്ല. 4000 ഉറുപ്പ്യക്ക് രോഗിനെ നോക്കാൻ ഗൾഫിന്ന് ഷെയ്ക്കിനെ കൊണ്ടുവരണം. ഇതിനേക്കാളും വലിയ നിന്റെ അച്ഛനല്ലേ അത്? ഞാൻ ഇവിടെ കൊണ്ടാക്കി. വേറെ ആളെ നോക്കണം. ഞാൻ പോവൻ 2 ആഴ്ചയിൽ 4ാമത്തെ ആളാണ്. ആ പെട്ടിയോട് എടുത്തോ. നീ എന്താ പെട്ടെന്ന്? അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അതെ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. എന്താ ചായ പോലും കുടിക്കാണ്ട്? മാമനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ചായ കുടിക്കാതെ. ஐயோ, இது பொண்ணு அடிச்சது தானே அந்த ரோபோ. அதுதானே தெரியல. அது மாதிரி ஒன்று எடுத்து இருக்காங்கன்னு நினைக்கிறேன். அம்மா தானே மலையாளி இவங்களுக்கு. അച്ഛ എഴുന്നെല്ലാം പുറത്താ പോകുന്നത്. അച്ഛൻ കണ്ണട മാറ്റ സമയമായിട്ടാ. കണ്ണട മാറ്റി ഒട്ടും കാണാൻ പറ്റൂല. അതല്ല, ഈ കണ്ണട മാറ്റിട്ട് പവറുള്ള കണ്ണട വെക്കണം. ഇനിയിപ്പൊ നീയല്ലേ? ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകും. ഞാൻ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കൊണ്ട് ബുക്ക് ചെയ്താൽ വന്നിരിക്കുന്ന അച്ഛാ. കുറച്ച് ചൂടുവെള്ളം എടുത്ത. இவருக்கு மிக்ஸி கிரைண்டரே பிடிக்காது. അതാണ്. അച്ഛാ ഒന്നിക്കൊന്നേ. அசமல் பண்ணிட்டு கூப்பிடுறாரு போல. எனக்கு அப்படிதான் தோணுது. എന്താടാ ഇത്? അയ്യോ, அவன் தான் அவன். ഹലോ.
Mr. Bhaskaran, I am version 5.25 by Kyoto ഓ Dynamics. Good evening. Glad to meet you. ഇതാ ഞാൻ പറഞ്ഞ പുതിയ ഹോം നേഴ്സ്. നീ എന്നാ പോന്നു എന്ന് പറഞ്ഞ? ഞാൻ നാളെ തന്നെ പോക്കോ. പോകുമ്പോ ഈ സാധനവും കൊണ്ടോണം. Uh-oh. അച്ഛാ അച്ഛാ കൂടെ നിൽക്കാനും നോക്കാനും പറ്റൂലെങ്കിൽ പറഞ്ഞാ മതി. കടമ കാണിക്കണ്ട. ഇനി ഇരുമ്പും കഷണത്തിന്റെ കുറവ് കൂടിയല്ലോ ജീവിതത്തിൽ. അച്ഛാ അതിനൊരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി. അച്ഛൻ പറയുന്ന മാത്രം കേൾക്കാനുള്ള ഒരാള്. എനിക്കങ്ങനെ ഒരുത്തിയുടെയും ഈ ഒരുത്തിയാ ഒരുത്തന്റെ ആവശ്യമില്ല. അന്നൊരു കുഞ്ഞായിട്ട് കണ്ടാൽ മതി. ഇല്ല കുഞ്ഞിനെ ഞാൻ ബാധ്യതയാ. അപ്പോഴാന്ന് ഒരു യന്ത്ര കുഞ്ഞ്. മിക്സിയും വേണ്ട, ഗ്രൈൻഡറും വേണ്ട, ഫ്രിഡ്ജും വേണ്ട, ഫോണും വേണ്ട, ടിവിയും വേണ്ട, മനുഷ്യന്മാരും വേണ്ട, ഒരു റോബോട്ടും വേണ്ട. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കും അച്ഛാ? ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി. ഇനി നിനക്കുണ്ടാകാൻ പോകുന്നത് എങ്ങനെ തായിട്ടോന്ന് കണ്ടറിയാം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറ. നീ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നത്? നീ റഷ്യയിൽ പോയതും ഇവിടെ ഹോം നഴ്സിനെ നിർത്തിയൊക്കെ എന്നോട് ചോദിച്ചിട്ടാ? ഇല്ലല്ലോ. ഹ്. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? അത് അച്ഛൻ പറയണോ? അതിന്റെ കടമയല്ലേ? സ്നേഹം എന്ന് പറയുന്ന കടമയല്ല, അതൊരു അറിവാണ്. Copy that. അച്ഛന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ബഹളം, പ്രസംഗവും സിനിമ ഡയലോഗും. അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ? ഞാൻ അച്ഛനെ ഒറ്റക്കാക്കി പോയതിനു ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല. പ്രസന്റേറ്റിന്റെ കോൾ വരുമ്പോ ഓരോ പ്രാവശ്യം ഞാൻ പേടിച്ചാണ് എടുക്കണ. ഇവിടെ എന്തെങ്കിലും ആയോ, ഇവിടെ എന്തെങ്കിലും ആയോ എന്ന് അറിയോ? I will try to know. ആ, ആ. അപ്പൊ ഞാനല്ല പ്രശ്നം, എന്നെ കുറിച്ചുള്ള നിന്റെ വ്യാപലാതിയാണ്. ചികിത്സ അതിനാണ് വേണ്ടത്, അല്ലാതെ എനക്കല്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. രാവിലെ എന്റെ അച്ഛന്റെ ചായയും ഉച്ചക്കുള്ള ചോറും രാത്രിക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. വൈകിട്ടത്തെ ചായ இவரால முடியவும் இல்ல முடியாமலும் இல்ல. இப்படி கொஞ்சம் கஷ்டம்தான். ഇനി എന്താണ്? ഞാൻ പറഞ്ഞൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ. പോയിട്ട് ജോലിയും രാജിവെച്ചിട്ട് വേഗം വാ. பாசமாவும் இருக்காரு, அதே நேரம் வில்லங்கமா பேசுறாரு. அவருக்கு தனியா இருக்கிறதுல வந்து பேனிக் ஆகுது. Good morning, Mr. Bhaskaran. Chaya. കുടിച്ചു വെച്ചാ ജപ്പാനിലെ ഉന്നത കുലജാതനാണ്. ஆனா ஒரு 2 வயசுலயே பார்த்தது இல்ல அவரு. அப்ப அப்படித்தானே இருக்கும். இது நார்மாலிட்டு இருக்குல்ல அப்புறம். Mr. Subramanian, would you like to have some tea? Mr. Bhaskaran. Chaya. നിന്നോടല്ലേ പറഞ്ഞ എനക്ക് വേണ്ട? പറഞ്ഞില്ല, മിണ്ടാതെ പോയി. ആ, അതിനർത്ഥം അതാണ്. Copy that. Chaya. എന്ത് ചെയ്യണം? പുഴുങ്ങി തിന്ന്. Sorry, wrong command. Chaya. ഒഴുങ്ങാൻ പറ്റില്ല. എന്നാ നീ കുടിച്ചോ. ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല. ഇവനെ ഞാൻ കൊല്ലു കേട്ടോ. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാൻ ആവില്ല. ചായ എന്ത് ചെയ്യണം? എന്റെ തലയെ കൂടെ ഒഴിക്കും. ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല. നിർബന്ധിച്ചാൽ ചെയ്യും. இது நல்ல ரொம்ப இருக்கே. എന്നാ നീ വിവരം അറിയും. വെരി ബാഡ്. ഇതായിരുന്നു ഓനുണ്ടാക്കിയ எப்படி? അത് എന്റെ റൂം, ഇത് സ്റ്റഡി റൂം, ഇത് പൂജ റൂം. ആരാണ് പൂജ? പൂജക്കുള്ള മുറി. ആരാണ് പൂജ? അണ്ടാ, അതിന്റെ സൂക്കേട് വേറെ ആണ്. എങ്ങനുണ്ട് 5.25? എന്നെ നോക്കാനാണെങ്കിൽ ഓക്കെയാണ്. അച്ഛൻ ഉപയോഗിക്കുന്ന തോന്നല്ല. Please make it happen and come fast. We all miss you. ഓക്കെ. ആഷ് ചാരം. അനക്കറിയാം. ഇന്നലെ കത്തിച്ച വിറകിന്റെ ചാരം ആവശ്യമില്ലാത്തോണ്ട് പുറത്തു വെക്കുന്നു. ചെടിക്കും തെങ്ങിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം. കോപ്പി ദാറ്റ്. കണ്ടാച്ചാ, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാന്നേ ഉള്ളൂ. എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത്? അല്ലടാ, எல்லா வேலையும் பக்காவா பண்ணி வச்சிருச்சோ. கிளீனா இருக்கு. கொஞ்சம் கொஞ்சமா அது பிடிக்க வரும்னு நினைக்கிறேன். இல்ல, எங்க? குட் ஜாப். ட்ரெயின் பண்ணிட்டு இருக்கு. ഇത് ആരാന്നും ചാരക്കൂട്ടിൽ കൊണ്ടുവച്ചത്? മിസ്റ്റർ ഭാസ്കരൻ, ഓ, please don't ഇതൊന്നും shout. കിട്ടി. ബി.പി കൂടും. തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം കൂടുകയും ഞരമ്പുകൾക്ക് മർദ്ദം താങ്ങാനാവാതെ പൊട്ടുകയും തലച്ചോറിലേക്ക് രക്തം പ്രവഹിച്ച് കട്ടപിടിച്ച് ഹൃദയത്തിലേക്കുള്ള പമ്പിംഗ് നിൽക്കുകയും ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ്. இது அஸ்தி இல்ல, அது ரெண்டும் அங்க இருந்து வச்சிருக்கு. മുറി വൃത്തിയാക്കിയപ്പോൾ കണ്ടു ചാരം തൈക്ക് വളമാക്കാം. ഈ വീട്ടിൽ ഒരാൾ മതി. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. வாயை பிடிச்சிட்டு இருக்காடா. നീ എന്ത് പണിയാ? க்ளீன் பண்ணும்போது சாம்பல்னு சொல்லிட்டு அங்க இருந்து അതിന് வச்சிருச்சு. ഒഴുക്കാൻ വെച്ചതാണ്. ഓ
ഒഴുക്കിയാൽ അവർ മരിക്കും, പക്ഷെ കിടക്കാനും ബുദ്ധിമുട്ടായിരിക്കും. തിരക്കുള്ള മക്കളെ പറ്റ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും. തുടങ്ങി. സുബ്രഹ്മണ്യന് എന്ത് തിരക്ക്? ഹീസ് കംപ്ലീറ്റ്ലി ഫ്രീ. ചോദിക്കേ, ഓനോട് തന്നെ ചോദിക്കും. ചേച്ചിയുടെ ആള് எந்திரிச்சு போறதுக்கு தான் அதெல்லாம் பண்றாரு. മല്ലികാ ബാണൻ തന്റെ വില്ലെടുത്തു മാറിലോ അത് പാടുന്ന காட்டுறாருப்பா. ஆமா ஆமா ஆமா. മധുര മധുരമൊരു വേദന മദകരമാമൊരു വേദന வித்தியாசம். ബാണൻ തന്റെ വില്ലെടുത്തു മന്ദാരമലർ കൊണ്ടു ശരം இமெயில் வயசு இவரே எடுக்கிறதா? മാറിലോ. എന്തായിന് ന്യൂ ഇമോഷൻ ഡിറ്റക്റ്റഡ്. ഞാൻ എന്ത് ചെയ്യണം? നീ കുറച്ചു നേരം ഉറങ്ങും, നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. ഒരു റോബോട്ട് ഉറങ്ങാറില്ല. താങ്കൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം. ഷട്ടിംഗ് ഡൗൺ. இவன் வேற குறுகுறுன்னு பார்த்துக்கிட்டு இருக்கான் 2-3 நாளா. അച്ഛനാണ് മൊബൈലും കമ്പ്യൂട്ടറും പ്രശ്നം. ആര് പറഞ്ഞു? ഗാന്ധിജി മരിക്കുന്നവരെ മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല. അച്ഛൻ അച്ഛൻ കണ്ടോ, ഒരു മാസം കഴിയുമ്പോൾ അച്ഛൻ പറയും ഇതുപോലത്തെ ഒരെണ്ണം കൂടി വാങ്ങിച്ചു തരാൻ പറയും. അച്ഛന് ആവശ്യമുള്ള ഫോൺ ചെയ്താൽ മതി, ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്തോ. നമ്മൾ ബൾബ് ഇടൂല്ലേ, അതുപോലെ അച്ഛന് വേണ്ടതെല്ലാം അത് പറഞ്ഞു തരും. അച്ഛന് വേണമെങ്കിൽ അതിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് കൊന്നളഞ്ഞു. വരട്ടെ. எட்டி பார்த்துக்கிட்டு இருக்கான்ல, அவன் ஏதோ பணம்லாம் எடுத்து வந்திருக்கான்னு நினைச்சு எனக்கு அப்படிதான் தோணுது. ஆள் இல்லாதப்போ வந்துட்டு பணத்தை திட்டுறதுக்காக உள்ள வர போறான்னு தோணுது. எனக்கு அப்படிதான் தோணுது. எதுக்கு யூஸ் பண்றாரோ இல்லையோ, செஸ் விளையாடுறதுக்காக கண்டிப்பா அது எழுப்பு வரும். எனக்கு அப்படிதான் தோணுது. செஸ்ஸுக்கும் பாட்டுக்கும் கை போட்டிருக்காருப்பா மேல. சுவிட்ச் ஆன் ஆயிட்டு இருக்குமோ. ഹലോ മിസ്റ്റർ ഭാസ്കരൻ, glad to meet you. പേടിക്കണ്ട, ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല. சொல்லும் பொழுதுதானே பயமா இருக்கு, திரும்ப திரும்ப சொல்லும் பொழுது. നിനക്കല്ലേ, അല്ലെങ്കിൽ പിടിച്ച് ഓഫായി കളയും. ദോശ ദോശ ഓടുന്നത് കണ്ടിട്ടില്ലേ? ചുടാൻ അറിയാം, കണ്ടിട്ടില്ല. ഫസ്റ്റ് ഒരു ഹോം നേഴ്സ് ചോരയും നീരുമുള്ള സ്വന്തം മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ഇരുമ്പും കഷ്ണം ചെയ്യാൻ പോകുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്നതെല്ലാം റോബോട്ടും ചെയ്യും. அவர் எதை நினைச்சு சிரிக்கிறாரு தெரியுமா? அதுதான் அவன் 2 பாக்ஸ் பார்த்தான்ல, ஏதோ பெட்டி பெட்டியே பணம் எடுத்து வந்தாங்க உள்ள வர போறான், போட்டு கும்முன்னு கும்ப போகுது. ஏன்னா திருட வரான்ல அவன், அதுக்கு எத்திக்ஸ் இருக்கும்ல. அதனாலதான் அவங்க அப்பாக்கு இவரை பிடிக்கல ஸ்டார்டிங்ல இருந்தே, ஒரு பேட் கைன்னு. லைட் 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 நான் பாக்ஸ் வந்துட்டான், அதுலயே வந்து கத்த போகுது. Harmful objects detected. Activating security mode. ക്യാരക്ടറിലേക്ക് കയറിയാലോ? സംഹാരമാണ്. ഹിമശൃംഗങ്ങൾക്ക് ഹാലടകട്ടെ, ഗംഗ കലിതുള്ളി ഒഴുകട്ടെ. സമയമായി. കാലാന്തകന്റെ അവതാരത്തിന് ഇനിയൊരു ഭക്തനും യമപുരി പോകരുത്. എടാ, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കും. എന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ കണ്ടാന്ന് ഭാസ്കരന്റെ വീട്ടിൽ ഹെൽമെറ്റിലും വെച്ചിട്ട്. എനിക്ക് അന്നേ സംശയം ഉണ്ടായടാ, അന്ന് കിട്ടിയ കുഞ്ഞപ്പാട്ടിന്റെ ശവല്ല, കുഞ്ഞപ്പാട്ടൻ മരിച്ചിട്ടില്ല. വിനു, இது வேற யாரும் நினைக்கிறேன். ഒരു മിനിറ്റ് നീ നിൽക്ക്. சிவன் கொஞ்சம் வீக்கா இருக்காரு. നാണക്കേട് മാത്രം തന്ന നാറിയായ അച്ഛൻ, വിധി നിനക്ക് വിധിച്ചത് എന്റെ കൈ കൊണ്ടുള്ള മരണം. ഇനി ഒരാളെ നീ ഹെൽമെറ്റ് കൊണ്ട് ഇടിച്ച് കൊല്ലരുത്. சக்தி சக்தி என்ன பண்ணிட்டு வராங்க? അറിഞ്ഞില്ലേ, ആ കുഞ്ഞപ്പൻ നമ്മുടെ ഭാസ്കരന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ വിനുവിന്റെ അച്ഛൻ കുഞ്ഞപ്പൻ ഒരു റിപ്പറായിരുന്നു. രാത്രി ആവുമ്പോ ഹെൽമെറ്റ് ഇട്ട് കത്താറ്. ആരും കണ്ടാലേ തലക്കടിച്ച് കൊല്ലി. വീട് കൊല്ലാൻ തീരുമാനിച്ചപ്പോ നാളോട്ട് പോല. ഇന്നിവിടെ ചോരപ്പോ ഒഴുകും. ഞാൻ നോക്കിട്ട് വരാം. എന്തരാ മാമ, റിപ്പർ കുഞ്ഞപ്പൻ ഇവിടെ വന്നിന്. റിപ്പറാ?
ബാബു കണ്ടിനോളും ഹെൽമെറ്റ് ഇട്ടിട്ട്. മിസ്റ്റർ ഭാസ്കരൻ ചായ. இதை பார்த்துதான்பா நினைச்சிட்டு இருக்காங்க. ഇതെന്താന്ന് മാമ? ആ അത് എന്റെ മോന്റെ ഒരു സുഹൃത്താണ്. പണി അന്വേഷിച്ച് വന്ന കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഗുഡ് മോർണിംഗ്. ഓ നമസ്കാരം. അപ്പൊ മാമ ഇതായിരുന്നല്ലോ പെട്ടിയില്, ഇത് പീസ് ആയിരുന്നോ? ജോയിന്റ് ആക്കിയതാ? കുഞ്ചപ്പൻ தான் ஆண்ட்ராய்டு குஞ்சப்பனா மாறுறதுங்க. ആർക്കറിയാം? എനിക്കറിയാം, എല്ലാ പണിയും ചെയ്യും. എന്താ സാറിന്റെ പേര്? ഐ എം റോബോട്ട് ആൻഡ്രോയിഡ് വേർഷൻ 5.25. കുഞ്ചപ്പൻ തേടി വന്നിരിക്കാங்களா? സോ ആൻഡ്രോയിഡ് കുഞ്ചപ്പൻ. ക്രിസ്ത്യാനിയാണല്ലേ? എന്റെ പേര് പ്രസന്നൻ. പൊതുവാളാണ്, മാമന്റെ മരുമകന. Glad to meet you. ഏയ് അതുണ്ടല്ല, ഇത് കുഞ്ഞപ്പനല്ല. മാമന് നല്ല സുഖമില്ലല്ലോ, റഷ്യയില് സൂര്യവണി തിരക്കല്ലേ, അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന. പേര് റോബർട്ട്. എല്ലാവർക്കും വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് വിട്ടു. ബാക്ക് നോക്കുമ്പം ശരിക്കും കുഞ്ഞപ്പാട്ടിന്റെ കട്ടില്ല. കേട്ടോ കേട്ടി, ആ ഭാസ്കരന്റെ വീട്ടിലൊരു യന്ത്രമനുഷ്യൻ വന്നിട്ടുണ്ടോലും ഓനെ നോക്കാനാ. ഓൻ ചായ വെക്കും, ചോറ് വെക്കും, തുണി നനക്കും, നിലം തുടക്കും, കടയിൽ കിടന്ന തീട്ടുമൂത്രം വരും. കൈകൊണ്ട് വാരിച്ച് വായിൽ വെച്ച് കൊടുക്കും. മൂത്രോ? ചോറും കൂട്ടാൻ. ഇതൊന്നും നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തിന് ചേർന്നല്ല കേട്ടോ. അല്ല മുരളിയേട്ടാ, ഇത് തുണി തയ്ക്കുവാ. തുണി തയ്ക്കായിരിക്കും, പക്ഷെ അങ്ങനെ കുടുക്കാൻ പറ്റും. മനസ്സിലെ വായിക്കുന്ന കേട്ട്. ആ നമുക്കൊന്നും കടലാസില്ലെന്ന് മര്യാദക്ക് വായിക്കാൻ പറ്റുന്നില്ല. ആണോ? ആണെന്നെ ആൻഡ്രൂർ കുഞ്ഞപ്പൻ അപ്പാണെന്നെ. സാറേ, കണ്ണൂരിന് ദിവസമായിരുന്നേ, റോബോട്ടിനെ കുറിച്ച് കേട്ട് വന്നായിരുന്നു. റോബർട്ട് ஆஹா ஃபேமஸ் ஆகுது. ഇതല്ല, ഇത് മാമൻ റോബർട്ട് മേനൻ. സാറേ, കണ്ണൂർ വിഷൻ ആയിരുന്നേ, റോബോട്ടിനെ കുറിച്ച് കേട്ടിട്ട് വന്നായിരുന്നു. ആരാണ് സാർ ഇതിനെ കൊണ്ടുവന്ന്? മോനാന്ന്. മോനെ ഒന്ന് കാണാൻ പറ്റുമോ സാർ? അവൻ ഒരു ജപ്പാനിലാന്ന്. ഇതാണോ സാർ? കട്ട്. ഇത് മാഫിയ ചേച്ചി. മിസ്റ്റർ ഭാസ്കരൻ, ആ ഇതാ റോബർട്ട്. a call from സുബ്രഹ്മണ്യൻ. എന്നിട്ട് അവിടെ വിശേഷം? ആ ഇതന്നെ വിശേഷം. സ്വൈരം പോയി മറിക്കും. ഹലോ സാർ, താങ്കൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അച്ഛനെ കുറച്ച് സ്വൈരം കൊടുക്കണം. തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ടാക്കരുത് പ്ലീസ്. ഇപ്പൊ തന്നെ എല്ലാവരും ഒന്ന് പോയി തരൂ. let them do their job, സുബ്രഹ്മണ്യൻ. പബ്ലിക്ക് പുரியணும்ல நம்ம மார்க்கெட்ல இருக்குன்னு. அவர் பப்ளிசிட்டிக்கு போயிட்டாரு. அவங்க சொந்த ப்ராடக்ட்ல. ஆமா, விளம்பரம், ஃப்ரீ மார்க்கெட்டிங். ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബാബു. நீயா? എങ്ങനെ മനസ്സിലായി? ബാബു കുഴമൽ വീട്ടിൽ മ്യൂച്വൽ ഫണ്ട്സ് ഇല്ല, സ്വയം തൊഴിൽ, സൗത്ത് സ്കൂളിൽ പഠനം, സ്വന്തം സ്ഥലം രാമന്തളി, താമസിക്കുന്നത് മഹാദേവ ഗ്രാമം, ജനനം 12th of March 1978, 235 സുഹൃത്തുക്കൾ, കമ്മ്യൂണിസ്റ്റ്, അയ്യപ്പ ഭക്തൻ, സിനിമയിലും സ്പോർട്സിലും താല്പര്യം, മോഹൻലാലിനെയും രജനീകാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം, 12th of October 2016, അതിരപ്പള്ളി, 14th of October 2017, ഊട്ടി, ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ്. എങ്ങനെ? നാളെ മുതൽ പത്രം വേണ്ട. പത്രം വേണ്ടെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. എന്റെ അച്ഛനാണോ പറഞ്ഞു പത്രം വേണ്ടാണ്ട്? പത്രം വായിക്കുന്നതിന്റെ സുഖം അത് വായിക്കുന്നവനെ അറിയൂ. വായിക്കുന്നത് അറിവിനാണ്, സുഖത്തിനല്ല. നിനക്ക് കക്കൂസിരുന്ന് വായിക്കണം. നീ വന്ന് നെഞ്ചുമുളന്ന് നിൽക്കോ അറിവായിട്ട്? നിൽക്കാം. നാണം ഉണ്ടോ എനക്ക്? ഉണ്ടാവില്ല. പേപ്പർ കൊണ്ട് ചന്തി തുടയ്ക്കുന്ന നാട്ടിൽ നിന്നല്ലേ വരവ്. നാണം ഉണ്ടാവൂല. നാണം அதுக்கு எப்படி பாரு அனவருக்கு ഒരുപാട് പത്രം ഉണ്ടായിരുന്നു, ഞാൻ പോയി. May I help you? ஏன் இப்படியே வருது பாவம், விட்டுட்டாரு. നിനക്ക് ഈ ബാബുവിനെ എങ്ങനെ അറിയും? Facebook. ഫേസ്ബുക്നാ എല്ലാരെ കുറിച്ചും അറിയാൻ പറ്റുമോ? Facebook അക്കൗണ്ട് ഉള്ള എല്ലാവരെയും. ഈ പ്രസന്ന ആളെങ്ങനാ? ഇമെയിൽ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, വാട്സാപ്പ് ഇല്ല, സ്കൈപ്പ് ഇല്ല, ഗൂഗിളിൽ ഇല്ല. പ്രസന്നൻ does not exist. പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന സംശയമാണ്. அவன் தான் பிரசன்னன். പുഴു പുഴു. ஐயோ, எப்படி கண்டுபிடிக்குது? அது ஸ்கேன் பண்ணுது. புழு புழு. All clear. ஐயோ, இவ்வளவா? Vitamin A 38%.
ஒரு பயமுறுத்தி சாப்பிட வைக்கிறது அது. ஒரு கம்பானியன்ஷிப்க்கு ஒரு ஆளு ஜட்ஜ்மெண்ட் இல்லாம. இவர் பார்த்துட்டு இருக்காருப்பா. ആ നീ എപ്പോ വന്നു? ഇപ്പൊ മനസ്സിലായ ദൂരമുള്ള അടുത്ത് കാണുന്ന ടെക്നോളജി. ആ കിടക്കുമ്പോ ഒളിഞ്ഞു നോക്കുന്ന ടെക്നിക്ക് ഈ നാട്ടിൽ പണ്ടേ ഉണ്ട്. കടക്ക് ഓർത്ത് அதே மாதிரி போட்டு கதை சாத்துறாருப்பா. എങ്ങനുണ്ട്? അമ്പിന് വില്ലിന് നടക്കാത്ത ആളാൻ. അച്ഛനെന്നെ തിന്നായിരുന്ന ഭാഗ്യം. നൈസ്. May I help you? ഞാൻ അടുത്തോളാം. എന്നെ ഉണ്ടാക്കിയത് താങ്കളെ നോക്കാൻ വേണ്ടിയാണ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. നിന്നെ ഉണ്ടാക്കിയത് എന്നെ പറ്റിക്കാനല്ലേ? ഈ സ്നേഹം എന്ന് പറയുന്ന ഡ്യൂട്ടി അല്ല, അതൊരു വികാരമാണ്. സുബ്രഹ്മണ്യനോട് പറഞ്ഞു സ്നേഹം അറിവാണെന്ന്. ആ വികാരമുള്ള അറിവാന്ന് സ്നേഹം. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല, അത് ഉള്ളീന്ന് വരണം. உள்ளி ஸ்கேன் பண்றது. എവിടെ പോകുന്നു? നിനക്കൊരു പെണ്ണ് കാണാ. കറണ്ട് ബില്ല് അടച്ചിട്ട് വരാം. ബിൽ ഇവിടെ നിന്ന് അടയ്ക്കാം. ഇലക്ട്രിസിറ്റി online ல கட்டிக்கலாமே. അങ്ങോട്ട് പോണം. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 2. நம்ம அடுத்த பார்ட்ல சந்திப்போம். Bye Bye. bye.